ലക്ഷങ്ങളും കോടികളും ആവശ്യമുള്ള വിലപേശൽ നടക്കുന്ന സമയമായിരുന്നു. 100 പവനും കാറും ഉൾപ്പെടെയുള്ള തർക്കവിതർക്കങ്ങൾക്ക് ശേഷമായിരുന്നു പലപ്പോഴും വിവാഹങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരുന്നത്. 40ാം വാർഷിക സമ്മേളനം നാം നടത്തിയപ്പോൾ 40 പാവപ്പെട്ട കുടുംബത്തിലെ, അനാഥ കുടുംബത്തിലെ മക്കളെ കല്യാണം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി യുവാക്കൾക്ക് നാം പ്രേരണ നൽകി. ആ സാധു പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ മുന്നോട്ട് വന്ന ആ ചെറുപ്പക്കാർക്ക് അവരൊരു കുടുംബിനിയെ സ്വീകരിക്കുന്നതിന് ആവശ്യമായ ഉപാധി പരിശുദ്ധ ഇസ്ലാം വെച്ചിരിക്കുന്ന മഹർ നൽകുന്നതിന് 10,000 രൂപ ആ ചെറുപ്പക്കാരന് നൽകി നാം പ്രോത്സാഹിപ്പിക്കുകയും വീട്ടിൽ നിന്ന് ഒരു വരന്റെ കൂടെ പോകുന്ന പെൺകുട്ടിക്ക് 10 പവൻ ആഭരണവും നൽകിക്കൊണ്ട് 40 കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തുകൊണ്ട് വിവാഹം അത് വളരെ ലളിതമായി നടക്കേണ്ട ഒരു ചടങ്ങാണ്. വിവാഹം അത് മനസ്സും തമ്മിൽ ചേർന്നിരിക്കേണ്ട ഒരു കർമ്മമാണ്. വിവാഹത്തിലൂടെ 2 കുടുംബങ്ങൾ തമ്മിൽ മാനസികമായി കോർത്തിണക്കപ്പെടുകയാണ്. വിവാഹത്തിലൂടെ ഒരു പുതിയ കുടുംബം ജന്മം നൽകുകയാണ്. അത് ഒരു വിലപേശലിലൂടെ നടത്തപ്പെടേണ്ട കർമ്മമല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു 40ാം വാർഷിക സമ്മേളനം നൽകിയ വിലപ്പെട്ട സന്ദേശം. ഈ 2 സമ്മേളനങ്ങളും നൽകിയ സന്ദേശങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണക്കാരന് മാത്രം ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുകയുള്ളൂ എന്ന് വന്ന അവസ്ഥയിൽ നിന്ന് പാവപ്പെട്ടവന്റെ കുട്ടിയും പണക്കാരന്റെ കുട്ടിയും അനാഥ കുട്ടിയും ഒരു ബെഞ്ചിലിരുന്ന് ഒരേപോലെ പഠിക്കുകയും ഒരേ ഗ്രൗണ്ടിൽ കളിക്കുകയും ഒരേ പ്രാർത്ഥന ഹാളിൽ പ്രാർത്ഥന നടത്തുകയും ഒരേ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമുക്കിന്ന് കേരളത്തിലുള്ളത്. മർക്കസിന്റെയും അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളുടെയും ഗ്രൗണ്ടിൽ പോയി നോക്കിയാൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഏതാണ് അനാഥ കുട്ടിയെന്നോ ഏതാണ് അഗതി കുടുംബത്തിൽപ്പെട്ട കുട്ടിയെന്നോ ഏതാണ് പണക്കാരന്റെ കുട്ടിയെന്നോ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം ആ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന കാഴ്ച ഇന്ന് നമുക്ക് നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അത് നമ്മുടെ 25ാം വാർഷിക സമ്മേളനത്തിന്റെ നേട്ടമാണെങ്കിൽ 40ാം വാർഷിക സമ്മേളനം നമ്മൾ നടത്തിയപ്പോൾ വിവാഹ ധൂർത്തിനെതിരെ ശക്തമായ ഒരു സന്ദേശം നൽകുകയുണ്ടായി. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീധനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് ഒരു അലർജിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇത്ര വലിയ ഒരു വിപ്ലവം പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് നമ്മുടെ 40ാം വാർഷിക സമ്മേളനത്തിന്റെ വിവാഹ ധൂർത്തിനെതിരെയുള്ള പരസ്യമായ സന്ദേശമായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഈ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് നാം ഒരു സമ്മേളനം നടത്തുക എന്നത് കുറെ പണം ചെലവഴിച്ച് കുറെ ശക്തി തെളിയിച്ച് കുറെ ആളുകൾക്ക് മുമ്പിൽ ഒരു പ്രകടനം കാഴ്ചവെക്കുക എന്നതിലല്ല, മറിച്ച് സമൂഹത്തിനൊരു വലിയ സന്ദേശം നാം പഠിപ്പിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ നാം ഏറ്റവും പ്രധാനമായി ഉയർത്തിപ്പിടിക്കുന്നത് നമുക്കറിയുന്നത് പോലെ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറെ തടുത്തു നിർത്താൻ സാധിക്കാത്ത വിധം പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. നമുക്കറിയാം ക്യാൻസർ രോഗം അതിശീഘ്രമായി മുന്നോട്ട് പോവുകയാണ്. ക്യാൻസർ രോഗം പിടിപെട്ടിരിക്കുന്ന രോഗി തളർന്നു മാത്രമല്ല ആ രോഗിയെ ചികിത്സിക്കുന്ന കുടുംബവും അതിനേക്കാൾ തളർന്നു. പലപ്പോഴും കുടുംബത്തിന്റെ അത്താണിയായി നിൽക്കേണ്ട ചെറുപ്പക്കാരന് മുറിച്ചു കളയാൻ പോലും പറ്റാത്ത അവയവത്തിൽ ക്യാൻസർ ബാധിക്കുമ്പോൾ
ആ ചെറുപ്പക്കാരന്റെ വേദനയിൽ കിടന്നുള്ള പെടയിൽ കണ്ടുകൊണ്ട് അവന് ജന്മം നൽകിയിരിക്കുന്ന മാതാപിതാക്കൾ ജീവശവങ്ങളായി മാറുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഒരു രോഗിക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവന്റെ ഇരിക്കക്കൂര മുഴുവനും വിറ്റാൽ അവന് ചികിത്സക്ക് സാധിക്കുന്നില്ല. ഇന്ന് പാവപ്പെട്ട കുടുംബത്തിലെ ചില ആളുകൾ അവരുടെ കിഡ്നി വിൽപ്പന നടത്തിക്കൊണ്ട് അവരുടെ കുടുംബ അംഗങ്ങൾക്ക് ചികിത്സക്ക് പണം കണ്ടെത്തുന്നുവെന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്ത. നമ്മുടെ നാട്ടിലെങ്ങാനും ഒരു കണ്ണ് വിൽപ്പന നടത്തിയാൽ മറ്റൊരു കണ്ണ് മാറ്റിവെക്കാൻ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ ആളുകൾ മക്കൾക്ക് രോഗപ്രതിരോധ ചികിത്സ നൽകുന്നതിന് വേണ്ടി കണ്ണ് മാറ്റി വിൽപ്പന നടത്താൻ തയ്യാറുള്ള ഉമ്മമാരും ഉപ്പമാരും ഭാര്യമാരും ഭർത്താക്കന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഈ രോഗം രോഗപ്രതിരോധപോലെ ജനങ്ങൾ അനുഭവിക്കുന്ന യൗവനം സാർത്ഥക മുന്നേറ്റം എന്ന മുദ്രാവാക്യത്തിലെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ യൗവനത്തെ സമർപ്പിക്കുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ, കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലായി നാം ധാരാളം സന്നദ്ധ സേവ അംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. അവർ ചെയ്യുന്നത് എന്തായി? അവർ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദുരിതപൂർണമായിരിക്കുന്ന അവസ്ഥയുണ്ട്. ഞങ്ങൾ സാന്ത്വനം വോളണ്ടിയേഴ്സിനെ വിന്യസിക്കുന്നതിന് മുമ്പ് ഹോസ്പിറ്റലുകളിൽ കയറി ഒരു പഠനം നടത്തുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ ഹോസ്പിറ്റലിന്റെ വാർഡിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ശരീരത്തിന്റെ ഭാഗത്ത് ഒട്ടാകെ ഒരു തുണിയിട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചക്ക് കുഴപ്പമില്ല, കേൾവിക്ക് കുഴപ്പമില്ല, സംസാരത്തിന് കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ കഴുത്തിന് മുകളിൽ എല്ലാ അവയവങ്ങളും ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കഴുത്തിന് താഴെ ഒരവയവവും ചലിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കൈയോ കാലുകളോ ഒരവയവവും ചലനശേഷിയില്ലാതെ കിടക്കുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലഭാഗത്ത് വെച്ചിരിക്കുന്ന ഒരു വാട്ടർ ബോട്ടിലുണ്ട്. അതിന്റെ മുകളിൽ ഒരു ഔൺസ് ഗ്ലാസ് കഴുത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞങ്ങളോട്, ഉസ്താദെ, ഒരര ഔൺസ് വെള്ളമെടുത്ത് തരാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. സ്വാഭാവികമായും ഞാൻ വിചാരിച്ചത് അത് വെള്ളം മാത്രമാവില്ല, മരുന്നായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ കുപ്പിയിൽ നിന്ന് അര ഔൺസ് വെള്ളമെടുത്ത് അദ്ദേഹത്തിന്റെ വായിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് മരുന്നാണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അല്ല, അത് ദാഹത്തിന് വേണ്ടി വെള്ളം കുടിക്കാൻ വെച്ചതാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ അര ഔൺസ് കണക്കാക്കിയിട്ട് വെള്ളം കുടിക്കുന്നത് എന്താണ്? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഉസ്താദെ, എനിക്ക് 22ാമത്തെ വയസ്സിലാണ് ഈ അപകടം സംഭവിച്ചത്. ഞാൻ ഒരു ബസ് ക്ലീനറായി ജോലി ചെയ്യുകയായിരുന്നു. ബസിന്റെ ഡോറ് അബദ്ധത്തിൽ തുറന്നപ്പോൾ ഞാൻ താഴെ വീണുപോയി. ആ വീഴ്ചയിൽ എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ അപകടത്തിൽ ഞാൻ ഇവിടെ കിടപ്പായിട്ട് 5 വർഷമായി. 22ാമത്തെ വയസ്സിലാണ് എനിക്കത് സംഭവിച്ചത്. ഇന്ന് എനിക്ക് വയസ്സ് 27ആയി. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്നെ സഹായിക്കാൻ ആരുമില്ല. നിങ്ങൾ വരുമ്പോൾ ഇവിടെ കണ്ടിരുന്ന ആ പെൺകുട്ടി എന്റെ പെങ്ങളുടെ സഹോദരിയുടെ മകളാണ്. അവൾ ഒരു +2 വിദ്യാർത്ഥിനിയാണ്. +2 വിദ്യാർത്ഥിനിയായ ആ പെൺകുട്ടി സ്കൂളിൽ പോകാൻ സമയമായപ്പോൾ ആ കുട്ടി പോയി. ഇനി വൈകിട്ട് 4 മണിക്ക് സ്കൂൾ വിട്ട ശേഷം വീട്ടിൽ പോയി അവൾ അത്യാവശ്യങ്ങൾ കഴിഞ്ഞ് എനിക്കുള്ള രാത്രി ഭക്ഷണവുമായി ആ കുട്ടി വരുമ്പോഴേക്ക് സമയം ഇരുട്ടാകും. അതിനു മുമ്പ് ദാഹിച്ച് വിഷമിക്കുന്ന ഞാൻ തീർച്ചയായും എനിക്ക് ആ കുപ്പിയിലെ മുഴുവൻ വെള്ളം തന്നാൽ ഞാൻ കുടിക്കും, അത്ര എനിക്ക് ദാഹമുണ്ട്. പക്ഷേ കുടിച്ചാൽ എനിക്ക് മൂത്രമൊഴിക്കണ്ടേ? എന്റെ ലിംഗം ഈ പാത്രത്തിലേക്ക് വെച്ചു തരാൻ ഒരു സഹായിയില്ല. എനിക്ക് മൂത്രമൊഴിക്കണമെങ്കിൽ ആ കുട്ടി വന്നിട്ട് എന്നെ സഹായിക്കണം. അതിനു മുമ്പ് എനിക്ക് മൂത്രമൊഴിക്കേണ്ട ആവശ്യം വരുമ്പോൾ ഞാൻ ഈ വിരിപ്പിൽ മൂത്രമൊഴിച്ചാൽ ആ പെൺകുട്ടിയും എന്നെ വെറുത്തു പോയാലോ എന്ന ഭയം ഈ ഓരോ തുള്ളി വെള്ളവും താഴോട്ട് പോകുമ്പോൾ എന്നെ അലട്ടുകയാണ്. ഈ രൂപത്തിൽ ദുരിതമനുഭവിക്കുന്ന രോഗിക്ക് ആവശ്യം പണമല്ല,
ആ രോഗിയുടെ കൂടെ സാന്ത്വനമേകാൻ, ആ രോഗിക്ക് സമാധാനം നൽകാൻ, ആ രോഗിക്ക് ആശ്വാസം നൽകാൻ നമ്മുടെ രാജ്യത്ത് ആരുണ്ട്? പ്രിയപ്പെട്ട സഫ്വ അംഗങ്ങളെ, നമുക്ക് ആ സാന്ത്വനത്തിനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. നാട്ടുകാരെ, സഹോദരങ്ങളെ, ഇത്തരം രോഗികളെ കൂടെ നിൽക്കുന്നതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മഞ്ചേരി മെഡിക്കൽ കോളേജിലും എന്ന് വേണ്ട കേരളത്തിന്റെ വിവിധ മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റലുകളിലുമായി ഇപ്പോൾ തന്നെ ആയിരക്കണക്കായ സാന്ത്വന അംഗങ്ങളെ നാം വിന്യസിച്ചിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. ഓരോ ഹോസ്പിറ്റലുകളിലും നാം ചെന്നു നോക്കിയാൽ ഇതിനേക്കാൾ ദുരിതപൂർണമായിരിക്കുന്ന കഥകൾ നമുക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കും. ഇവിടെയാണ് സാന്ത്വനം എന്ന പ്രവർത്തനത്തിന്റെ പ്രാധാന്യം, അതിന്റെ മൂല്യം നാം മനസ്സിലാക്കേണ്ടത്. 60ാം വാർഷിക സമ്മേളനം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ സാന്ത്വന സേവന പ്രവർത്തനത്തിനാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സാന്ത്വന പ്രവർത്തനത്തിലേക്ക് നാം കാലെടുത്തു വെക്കുമ്പോൾ അതിന് ലിംഗവ്യത്യാസമോ ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ നിറവ്യത്യാസമോ ഭാഷ വ്യത്യാസമോ നോക്കാൻ പാടില്ല. ഇവിടെയാണ് പ്രവാചകൻ പഠിപ്പിച്ചൊരു സന്ദേശം, അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്. സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രയോഗം നമ്മെ ഒരു മാനസികമായ ഐക്യത്തിലേക്ക് നയിക്കുകയാണ്. അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്. സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ പൂച്ചയ്ക്ക് രോഗം വന്നാലും പട്ടിക്ക് രോഗം വന്നാലും പശുവിന് രോഗം വന്നാലും മനുഷ്യന് രോഗം വന്നാലും രോഗം നൽകുന്നവൻ ഉടമസ്ഥനാണ്. മറ്റു ജീവജാലങ്ങൾക്ക് പ്രതിരോധത്തിനുള്ള മാർഗങ്ങൾ അറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നമ്മുടെ സ്നേഹത്തിന്റെ, നമ്മുടെ സൗഹാർദ്ദത്തിന്റെ, ആ കാരുണ്യത്തിന്റെ മനസ്സ് നാം തുറന്നു വെക്കണം. അതാണ് ഈ സന്ദേശത്തിൽ, ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനമായി നാം ഉയർത്തിപ്പിടിക്കുന്നത്. 25,000 വരുന്ന സഫ്വ അംഗങ്ങളെ കേരളത്തിന് സമർപ്പിക്കുമ്പോൾ ആ സഫ്വ അംഗങ്ങൾ ഏതൊരു സേവന പ്രവർത്തനമാണോ അവരുടെ മുമ്പിൽ ആവശ്യമായി വരുന്നത് അതിന് അറപ്പും വെറുപ്പുമില്ലാതെ മുന്നോട്ട് വരുന്ന ഒരവസ്ഥ അവർക്കുണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ ഈ പരിശീലനത്തിലൂടെ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 60ാം വാർഷികത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായി നാം സാന്ത്വന കേന്ദ്രത്തെ കാണുകയാണ്. നേരത്തെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ക്യാൻസർ രോഗികൾ ഒഴുകുകയാണ് തിരുവനന്തപുരം RCCയിലേക്ക്. ആ RCCയുടെ പരിസരത്ത് നാം വലിയ ഒരു സ്ഥലം കോടികൾ ചെലവഴിച്ച് വാങ്ങുകയും അതിന്റെ പ്രമാണങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തുകൊണ്ട് ആ ഒരു 500ഓളം ആളുകൾക്ക് സാന്ത്വനമേകാൻ സാധിക്കുന്ന രീതിയിൽ ഒരു പ്ലാൻ തയ്യാറാക്കി കേരള സർക്കാരിന് അനുമതിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ്. 60ാം വാർഷികം ആഘോഷിക്കുന്ന നാം കേവലം ചില മതപരമായ കാര്യങ്ങളുടെ പേരിലുള്ള തർക്കവിതർക്കങ്ങൾ മാത്രം പറയുന്ന ഒരു വിഭാഗമാണ് ഈ സുന്നി വിശ്വാസികൾ എന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ അകത്തും പുറത്തും ഉണ്ട്. അവരോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഞങ്ങൾ തർക്കം പറയുന്നവരല്ല. സത്യം ഉറക്കെ പറയേണ്ടി വരുമ്പോൾ പറയുക തന്നെ ചെയ്യും. നമുക്ക് സത്യം പറയേണ്ടി വരും. അത് ഞാനൊരു നാടൻ ഉദാഹരണത്തിലൂടെ ഓർമ്മപ്പെടുത്തിയാൽ, എന്റെ നാട്ടിലെ ഒരു സാധാരണക്കാരനൊരാള് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദെ, നിങ്ങളെപ്പോലെ തന്നെ നോമ്പിന്റെ കാര്യത്തിൽ ഞാനും വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണ്. നോമ്പെടുക്കുന്നതിൽ ഞാനും വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണ്. പക്ഷേ നിങ്ങളെപ്പോലെ ആ വാശി എനിക്കില്ല. അപ്പൊ അതെന്താണ് വാശി? നോമ്പ് എടുക്കണം, അത് നിർബന്ധമാണ്. ബാങ്ക് കേട്ടാൽ നോമ്പ് തുറക്കണം. പക്ഷേ മഗ്‌രിബിന്റെ ബാങ്ക് തന്നെ അങ്ങനെ വാശി പിടിക്കണ്ട. ളുഹറിന്റെ ബാങ്കായാലും കുഴപ്പമില്ല, അസറിന്റെ ബാങ്കായാലും കുഴപ്പമില്ല. ബാങ്ക് നോമ്പ് എടുക്കണം, അത് നോമ്പ് തുറക്കണമെങ്കിൽ ബാങ്ക് വിളിക്കണം. നിങ്ങളെപ്പോലെ ആ വാശിയില്ല, മഗ്‌രിബ് തന്നെ ആവണം. അപ്പോ നമ്മളൊരു വാശിക്കാർ.
അപ്പൊ നമ്മളൊരു ഭാഷക്കാരായിട്ടും ഇയാളൊരു ഒരു എന്താ പറയാ ഒരു സൗഹാർദ്ദം. അപ്പൊ ഇവിടെ ഒരു മധ്യസ്ഥന്മാർക്ക് ഒരു ചാൻസ് ഉണ്ട്. എന്താണ് മധ്യസ്ഥന്മാർക്ക് ചാൻസ്? അല്ലാഹു റബ്ബി, ഇയാൾക്ക് ളുഹറിന്റെ ബാങ്കായാലും മതി, നമുക്ക് മഗ്രിബി തന്നെ ആവണം. അപ്പൊ രാജ്യത്ത് മതത്തിൽ ചില ആളുകൾ കയറിക്കൂടിയിട്ട് ഒരു പഞ്ചായത്ത്. എന്താണത്? മഗ്രിബിയിൽ നിന്ന് നമ്മെ കുറച്ചിങ്ങോട്ട് ഇറക്കിക്കൊണ്ടുവരിക, ളുഹറിൽ നിന്ന് ഇയാളെ ഒന്ന് കയറ്റിക്കൊണ്ടുവരിക, എന്നിട്ട് ഒരു അസറിലേക്ക് അങ്ങ് മദ്യം പറഞ്ഞിട്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. ഇപ്പൊ അത് അസറിലേക്ക് തീരുമാനമായി. വലിയൊരു സേവനം ചെയ്ത മട്ടിലാണ് അത്തരക്കാർ നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ തർക്കം പറയുന്നവരല്ല. ഞങ്ങൾ സത്യം ഉറക്കെ പറയേണ്ടി വരുമ്പോൾ അത് പറയുക തന്നെ ചെയ്യും. നിസ്കരിക്കുക എന്ന കർമ്മം ചെയ്താൽ മതി എന്ന് ചില ആളുകൾ മനസ്സിലാക്കും. അത് ആണുങ്ങളുടെ ജുമഅയാണോ അവരെ കൂടെ 2 റക്അത്താണോ 2 റക്അത്ത്, 8 8, ഒന്നുമില്ല എന്നാ ഇല്ല. ഈ രൂപത്തിൽ താടിയും കുറെ തലപ്പാവും കുറെ വേഷവിധാനങ്ങളുമൊക്കെ ഉണ്ടായിട്ട് നിസ്കരിക്കുക എന്ന് 1000 പ്രാവശ്യം പറഞ്ഞാൽ അത് കുട്ടിയാലിയുടെ നോമ്പ് മാതിരിയാകുള്ളൂ, അത് നിസ്കാരമാവുകയില്ല. അവിടെ നമുക്ക് ഈമാനിന്റെ സംരക്ഷണം പറയേണ്ടി വരും. അത് വിശ്വാസ സംരക്ഷണം ഈ പ്രസ്ഥാനത്തിന്റെ മൂല്യമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അടിത്തറയാണ് വിശ്വാസ സംരക്ഷണം. അവിടെ നമുക്ക് നിസ്കാരം എന്ന ഒരു ആരാധനയുണ്ടോ? ആ ആരാധനക്ക് ഒരു രീതിയുണ്ട്, രൂപമുണ്ട്, എണ്ണമുണ്ട്, സമയമുണ്ട്, വണ്ണമുണ്ട്, ശൈലിയുണ്ട്, ഭാഷയുണ്ട്. അതുപോലെ ചെയ്തെങ്കിൽ മാത്രമേ അത് നിസ്കാരമാവുകയുള്ളൂ. അത് ജുമുഅയാണെങ്കിൽ ആരാണ് ജുമുഅക്ക് സംബന്ധിക്കേണ്ടത്? എവിടെയാണ് ജുമുഅ നടത്തേണ്ടത്? എത്ര ആളുകളാണ് ഇതിന് ചേരേണ്ടത്? അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒരു പള്ളിയിൽ ജുമുഅ നടത്തണ്ട എന്ന് തർക്കം വന്നപ്പോൾ അവസാനം പണ്ഡിതന്മാരുടെ തീരുമാനം കിട്ടി ജുമുഅ തുടങ്ങാം. അപ്പൊ ആ തീരുമാനം വന്ന ഉടനെ കമ്മിറ്റി ജനറൽ ബോഡി വിളിച്ചു. ജനറൽ ബോഡിയിൽ വെച്ചുകൊണ്ട് ചൊവ്വാഴ്ച മീറ്റിംഗ് ചേർന്നപ്പോൾ അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആള് പറഞ്ഞു, നമുക്ക് അനുമതി കിട്ടിയിട്ടുണ്ട്, ഇനി അടുത്ത വെള്ളിയാഴ്ച ജുമുഅ തുടങ്ങാം. അപ്പൊ 4 പേരും ഇങ്ങോട്ട് എഴുന്നേറ്റു. ഇനി വെള്ളിയാഴ്ചക്ക് കാക്കണോ? നാളെ തന്നെ ജുമുഅ നിസ്കരിച്ചുകൂടെ എന്നാ. സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ അവർക്ക് ബുധനാഴ്ച തന്നെ നിസ്കരിക്കണമെന്നാണ് അവരുടെ താല്പര്യം. അപ്പോ ഒരു മധ്യസ്ഥന് അവിടെ ഒരു ചാൻസ് കിട്ടി. എന്താണ് അദ്ദേഹത്തിന്റെ ചാൻസ്? അങ്ങനെയാണ് ഇപ്പൊ ചില ആളുകൾ. അയാളുടെ ചാൻസ് എന്താണ്? നമുക്ക് ജുമുഅ നിലനിർത്തി പോകുന്നത് വെള്ളിയാഴ്ചയാക്കാം, തുടക്കം ബുധനാഴ്ചയാവട്ടെ. അപ്പൊ അയാൾ പറയാണ്, ഞാൻ ആ തർക്കത്തിൽ ഇടപെട്ടു, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ഇങ്ങനെ മതത്തെ കൊണ്ട് കുഞ്ഞാട് കളിക്കാൻ പറ്റുകയില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് ദീൻ എങ്ങനെയാണ്. അത് ഈമാനിന്റെ ഖിബലയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഖിബല നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ ചെയ്യണം. ആരാധനയുടെ ഖിബലയാണ് കഅബ ശരീഫ്. ആ ഖിബലയെ അംഗീകരിച്ചുകൊണ്ട് വേണം. ആരാധന എന്നൊരു കർമ്മമുണ്ടോ അത് കഅബ എന്ന ഖിബല മുഖേന മാത്രമേ പൂർത്തിയാകൂ. അതാണ് നിസ്കരിക്കാൻ ഖിബല വേണം. ഈമാൻ എന്നൊരു സംഗതിയുണ്ടോ അത് ഖിബല മുഖേന മാത്രമേ പൂർത്തിയാവുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദഅവയാണെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നത് ദലീലാണ്. ആ ഖിബല മുഖേന മാത്രമേ അത് പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ നാം മനസ്സിലാക്കണം, ഒരാൾ മക്കത്ത് പോയി വന്നിട്ട് അയാൾ കഅബത്തിന്റെ ഓരോ വിഷയത്തെയും പറയുമ്പോൾ ഒരു സാധാരണ എന്ന പദം ചേർത്തുകൊണ്ടാണ് അയാൾ തിരിച്ചു വന്നത്. എന്താണ് അയാൾ പറയുന്നത്? കഅബത്തിങ്കൽ പോയി വന്ന അയാള്, ഞാൻ കഅബത്തെ പറ്റി പഠിച്ചു, ഇനി എന്റെ ആരാധനക്ക് കഅബ ആവശ്യമില്ല, എന്റെ വീട് തന്നെ മതി. എന്താ കാരണം? ഞാൻ കഅബത്തെ നോക്കുമ്പോൾ കഅബത്തിന്റെ അടിത്തറ അത് കരിങ്കല്ലാണ്, എന്റെ വീടിനും കരിങ്കല്ലാണ്. അതും സാധാരണ കല്ല്, ഇതും സാധാരണ കല്ല്. അതിന്റെ ഇഷ്ടിക സാധാരണ ഇഷ്ടിക, എന്റെ വീടും സാധാരണ ഇഷ്ടിക. അതും സാധാരണ സിമന്റ്, ഇതും സാധാരണ സിമന്റ്. അതും സാധാരണ പൂയി മണല്, ഇതും സാധാരണ മണല്. അപ്പൊ ഇത് സാധാരണ വീടാണ്. ആ സാധാരണ വീട് ആയതുകൊണ്ട് എന്റെ വീടും സാധാരണ വീടാ. ഇനി എനിക്ക് ഏതാവശ്യമില്ല, എന്റെ ആരാധനക്ക് കഅബ വേണ്ട. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു സാധാരണ എന്ന പദം കൊണ്ട് കുഫിരിയത്ത് വന്നു ചേർന്നത് നിങ്ങൾ പഠിച്ചോ? എങ്കിൽ ഇവിടെ ആരാധനയുടെ കിബിലക്കാണ് അവിടെ സാധാരണ ചേർന്നത്. എങ്കിൽ ആരാധനയിൽ പിഴവ് പറ്റിയാൽ പൊറുക്കപ്പെടും, പിന്നീടെങ്കിലും മാപ്പ് ലഭിക്കും. അതേ സമയത്ത് ഈമാനിന്റെ കിബില മുഹമ്മദ് മുസ്തഫ
ആ കിബിലയെ നോക്കിക്കൊണ്ട് സാധാരണ മനുഷ്യൻ, സാധാരണ മുടി, സാധാരണ വാക്ക്, സാധാരണ ഉമിനീര്, സാധാരണ വസ്ത്രം, സാധാരണ എന്ന് ചേർത്ത് പറയുമ്പോൾ ആ സാധാരണ എന്ന പദം പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് ഇസ്ലാമിനോ ഖുർആനിനോ മതത്തിനോ പരിചയം ഉള്ള പദം അല്ല. ഇങ്ങനെ കഅബത്തെയും അതുപോലെ തന്നെ മുസ്തഫ റസൂലുള്ളാഹിയെയും സാധാരണവൽക്കരിക്കുമ്പോൾ നമുക്ക് സത്യം പറയേണ്ടി വരും. അത് പറയുക തന്നെ ചെയ്യും. അതാണ് നമുക്ക് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന ഏത് വിഷയത്തിലും ആദർശ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് ബാക്കി പ്രവർത്തനം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ലൈഫ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ജാറ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും ആദ്യം ഈമാൻ സുരക്ഷിതമാവണം. സുരക്ഷിതമായ ഈമാൻ ലഭിച്ച ശേഷം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പൊ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലെ ഏറ്റവും അടിത്തറ വിശ്വാസ സംരക്ഷണം ആണ്. ആ വിശ്വാസ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട്, അതിൽ ഊന്നി നിന്നുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങൾ, അവിടുത്തെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവർ ഇരുവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മെ നയിച്ച കാലഘട്ടത്തിൽ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അവർക്ക് അവരുടെ പൂർവികർ ഇലാ ഹദറത്തി റസൂലില്ലാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബാക്കളിലൂടെ ആത്മീയ ഗുരുക്കളിലൂടെ അവര് നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. ആ നേടിത്തന്ന മഹാന്മാരെ മുഴുവനും നിങ്ങൾ നോക്കൂ. ഗർവാപ്പസി അടക്കമുള്ള ചർച്ച ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നടക്കാൻ ഞാനിങ്ങനെ ചിന്തിക്കാം. എന്റെ നാട്ടിലൊക്കെ നേരത്തെ ഞാൻ നിലമ്പൂരിക്കാരനാ, അവിടെയൊക്കെ കൂടുതൽ വനപ്രദേശമാണ്, ധാരാളം വനങ്ങൾ നിറഞ്ഞ സ്ഥലം. അവിടെ നിന്ന് ആനകളൊക്കെ പഴയ സമയത്ത് തഹജ്ജുദിന്റെ സമയത്ത് ആന പുറപ്പെട്ട് സുബൈക്ക് തിരിച്ചു പോകാനാണ് പരിപാടി. ഇപ്പൊ ആനകളൊക്കെ സുബൈക്ക് പുറപ്പെട്ട് ജുമഅക്ക് കൂടുന്ന മട്ടാണ് നമ്മളെ നാട്ടില്. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, അനുഭവിക്കുന്നത് ഞങ്ങളല്ലേ. അപ്പൊ ആനയോട് സംസാരിക്കാൻ വേണ്ടി പോയാൽ ആന പറയുന്നത് ഗർ വാപ്പസി, ഇതൊക്കെ പണ്ട് ഞങ്ങളെ രാജ്യമാണ്, നിങ്ങളെ ആരെ ഇങ്ങോട്ട് വിളിച്ചത് എന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാര്, നിങ്ങൾ ഓർത്തു നോക്കണം, ആന താമസിക്കുന്ന കാടല്ലേ ഇത് മുഴുവനും. തിരുവനന്തപുരത്തേക്ക് ഗർ വാപ്പസി എന്ന് പറഞ്ഞിട്ട് ഈ വന്യമൃഗങ്ങളൊക്കെ വരാൻ തുടങ്ങിയാൽ നമ്മൾ അഭയാർത്ഥികളാകേണ്ടി വരൂലേ? അവിടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഡൽഹിയിലും അതുപോലെ തന്നെ പരിസരങ്ങളിലുമൊക്കെ ഈ മുദ്രാവാക്യങ്ങളൊക്കെ നടക്കുമ്പോഴും അജ്മീർ ഷരീഫിൽ എല്ലാ മതക്കാരനും എത്തുകയാണ്. എല്ലാ മതവിശ്വാസിയും അജ്മീർ ഷരീഫിൽ വരികയാണ്. ഈ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോഴും ഏർവാടിയിൽ എല്ലാവരും എത്തുകയാണ്. ഈ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോഴും ഭീമാപള്ളിയിൽ എല്ലാവരും വരികയാണ്. ഈ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോഴും ആത്മീയ ഗുരുക്കളായ മുസ്ലിം ലീഡേഴ്സ്, ആ ആത്മീയ ഗുരുക്കളുടെ സന്നിധാനത്തിൽ എല്ലാവരും വരികയാണ്. ആത്മശാന്തി നേടിക്കൊണ്ട്, രോഗശാന്തി നേടിക്കൊണ്ട്, സ്നേഹപൂർണമായ കുടുംബശാന്തി തേടിക്കൊണ്ട് എല്ലാവരും വരികയാണ്. എന്താണ് കാരണം? ആ മഹാത്മാക്കൾ ഇവിടെ ജീവിതം കാഴ്ചവെച്ചത് അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ അത്താണിയായി ആത്മീയ ഗുരുക്കൾ നിന്നു. ആത്മീയ ഗുരുക്കൾ നമുക്ക് നേതൃത്വം നൽകിയപ്പോൾ ആടിന്റെ പ്രസവവേദനയും ആത്മീയ ഗുരുക്കളെ കേസിലാണ് വന്നത്. പൂച്ചയുടെ രോഗവും അവരടുക്കലാണ് വന്നത്. സന്താനഭാഗ്യമില്ലാത്ത ഭാര്യ ഭർത്താക്കളും അവരടുക്കലാണ് വന്നത്. എല്ലാ വിഷയത്തിനും ആത്മീയ ഗുരുക്കളാണ് പരിഹാരം. ആ പരിഹാരത്തിന്റെ കാര്യം ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സംഘടന, ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സംഘടന, സാദാത്യങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘടന, അത് ഉയർത്തിപ്പിടിക്കുന്നത് ആ ആത്മീയ ഗുരുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന അതേ ആശയം ആണ്. അതുകൊണ്ടാണ് നാം പറയുന്നത്, വിശ്വാസ സംരക്ഷണമാകുന്ന അടിത്തറയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്, ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. ആ സേവന പ്രവർത്തനങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 25,000 വരുന്ന യുവ സുഹൃത്തുക്കളെ നാം സമൂഹത്തിന് സമർപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 26-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ പട്ടണം നിറഞ്ഞ് കവിഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെത്തുകയാണ്.
സഫ്വ അംഗങ്ങളെ ഇൻഷാ അല്ലാഹ് 26-ാം തീയതി ളുഹർ നിസ്കാരം കഴിഞ്ഞ ശേഷം നാം ലൈനായി നമ്മുടെ പതാക ഏന്തിക്കൊണ്ട് നമ്മുടെ ഒരു മുന്നേറ്റം, ആ പതാക ഏന്തിക്കുള്ള പതാക വാഹകരായ 25,000 യുവ സഹോദരന്മാർ വിശ്വാസത്തിൽ അടിയുറപ്പിച്ച, ഈമാനിൽ അടിയുറപ്പിച്ച, മതസൗഹാർദ്ദത്തിൽ അടിയുറപ്പിച്ച, രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന, രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി രാജ്യസ്നേഹത്തോടുകൂടെ രാഷ്ട്രക്ഷേമ പ്രവർത്തനത്തോടുകൂടെയുള്ള മുദ്രാവാക്യങ്ങളുമായി ആ പ്രവർത്തകന്മാർ അടിവച്ച് താജുൽ ഉലമ നഗരിയിലെത്തുമ്പോൾ 60 പതാകകളുമായി നമ്മുടെ സമസ്തയുടെ, അതേപോലെ തന്നെ സംഘടനയുടെ പ്രാസ്ഥാനിക ഗുരുക്കൾ, ഔലിയാക്കൾ, ആത്മീയ നേതാക്കൾ, അഹ്ലു ബൈത്ത് 60 പതാകകളുമായി കാത്തുനിൽക്കുന്നു. ആ 60 പതാക 25,000